ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലുള്ള പുതിയ സീപോർട്ട് എയർപോർട്ട് റോഡ് എല്ലാവർക്കും അറിയുന്നതാണ്. ആ പുതിയ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഇന്ന് നമ്മൾ മാർബിൾ ഹോംസിലൂടെ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ എലിവേഷനോട് കൂടിയും ഇൻറ്റീരിയറൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഫെസിലിറ്റീസൊക്കെ വന്നിട്ടാണെങ്കിലും മറ്റുള്ള വീടുകളെ അപേക്ഷിച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയി ചെയ്തിട്ടുള്ള വളരെ ഭംഗിയുള്ളൊരു വീടാണ് ഇന്ന് നമ്മൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്കും ഡീറ്റെയിൽസിലൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ചാനലൊന്ന് ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് വരുള്ളൂ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ കൂടെ എനേബിൾ ചെയ്താൽ കറക്റ്റായിട്ട് വീഡിയോ ഇടുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് പുതിയ നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക്, ഇത് ആക്ച്വലി കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയാണ്. കളമശ്ശേരിയിൽ പുതിയ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വെറും 100 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത്. 4.100 സെൻറ്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഓരോ സ്ഥലത്തേക്കുള്ള ദൂരമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്ത മെട്രോ സ്റ്റേഷൻ മുട്ടം മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 2.5 കിലോമീറ്ററാണ്. അതുപോലെ ഇവിടെ അടുത്ത് വരുന്ന ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്നും 3.2 കിലോമീറ്റേഴ്സാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ 5 കിലോമീറ്റർ. ഇനിയിപ്പോൾ നമുക്ക് എടപ്പള്ളി ലുലു മോളിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 8 കിലോമീറ്ററും. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഇവിടെ വീട് വാങ്ങിച്ചാൽ എളുപ്പമാണ്. വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും ആക്സസ് വൈസ് എളുപ്പത്തിൽ എത്തിപ്പെടാവുന്നൊരു സ്ഥലത്താണ് കളമശ്ശേരിയിലുള്ള ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡ്, അതായത് നമുക്ക് KSRTC ബസ് പോകുന്ന റൂട്ടിൽ നിന്നും വെറും ഒരു 100 മീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം നമുക്ക് വരുന്നത്. ആ ഒരു മെയിൻ റോഡ് കഴിഞ്ഞാൽ കുറച്ച് ഭാഗത്തോളം മാത്രമാണ് നമ്മൾക്ക് ഇതുപോലെ ടൈലിടാണ്ട്. ബാക്കി നമ്മുടെ ഈ കാണുന്ന റോഡ് പ്രൈവറ്റ് റോഡാണ്. ഇതവർ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇൻ്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ചുറ്റിനും വീടുകളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്ന വീടിൻ്റെ ആണെന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീടിൻ്റെ വർക്ക് ഓൺ ഗോയിങ് ആണ്. അതൊരു 3.5 സെൻറ്റിൽ നല്ല ഭംഗിയുള്ളൊരു വീടിൻ്റെ പണി തൊട്ടടുത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വീടിൻ്റെ ബാക്കിയൊരു ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് മതിലൊക്കെ നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടാകും. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ലൈറ്റ് പീച്ച് കളറിലുള്ള ഒരു പെയിൻ്റാണ് മതിലിനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ആ മതിലിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും GS സ്ക്വയർ ട്യൂബ് കൊണ്ട് നല്ല ഭംഗിയുള്ള ഇടയ്ക്ക് കുറച്ച് ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മതിലിൻ്റെ മുകൾ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് കാണാം അവർ സെപ്പറേറ്റ് ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. ആ ഏരിയക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ലീഫ് പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിച്ചിട്ട് വളരെ ഭംഗിയാക്കിയിട്ടാണ് ഈ കാണുന്ന ഒരു ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ 2 മെയിൻ എൻട്രൻസിലായിട്ട് നിങ്ങൾക്ക് 2 വലിയ ലൈറ്റുകൾ കാണാം. സോളാറിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്നത്, സോളാറിൻ്റെ ഹെൽപ്പോട് കൂടി വർക്ക് ചെയ്യുന്ന 2 വലിയ ലൈറ്റുകളാണ് നമുക്ക് ഈ വീടിൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വീടിൻ്റെ മതിൽ കണ്ടു. ഇനി നമുക്ക് ഗേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന ഒരു വലിയ ഗേറ്റാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിൻ്റെ ഡിസൈൻ, നമ്മൾ സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗേറ്റിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ സ്പേസ് കാണാനായിട്ട് ഗേറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ്. ഈ ഒരു സൈഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തുറക്കാവുന്ന രീതിയിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈനാണ് ആ ഒരു ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. വീടിനകത്തേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഇതാണ് വീടിൻ്റെ കവേർഡ് ആയിട്ടുള്ള മെയിൻ കാർ പോർച്ച് കാണുന്നത്.
എലിവേഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയുന്നില്ല. നിങ്ങൾ ഓൾറെഡി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടു. നല്ല ഭംഗിയുള്ള എലിവേഷനോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ സാധാരണ കാണുന്ന വീടുകളുടെ ലൈറ്റുകളിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വളരെ ഭംഗിയുള്ള കുറച്ച് സ്പോട്ട് ലൈറ്റുകൾ പോലുള്ളതാണ് അവരിവിടെ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പം കാർ പോർച്ച് ഞാൻ പറഞ്ഞു, ഇതാണ് മെയിൻ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പോർച്ച്. ഇവിടെ നമുക്ക് ഇന്നോവ പോലുള്ള ഒരു വലിയ കാർ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഈ ഒരു ഭാഗത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ നമുക്കൊരു 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് ഈ ഒരു വീട്ടിൽ നമുക്ക് ലഭിക്കുന്നത്. മെയിൻ കാർ പോർച്ചും അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള സറൗണ്ടിങ് ഏരിയാസും കൂടെ നോക്കുകയാണെങ്കിൽ 2 കാറുകൾക്ക് കംഫർട്ടായിട്ട് തന്നെ പാർക്ക് ചെയ്യാം. 2 വീലേഴ്സ് ആണെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും വയ്ക്കാനുള്ള സ്പേസാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ ഈ സറൗണ്ടിങ് ഏരിയ കാർ പോർച്ചിൻ്റെ ഭാഗങ്ങൾ ഇതെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് കടപ്പ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. 4.1 സെൻറ്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന വീട് ഇരിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് കയറി കഴിയുമ്പോൾ കാർ പോർച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു വാട്ടർ ഫൗണ്ടൻ അവിടെ കാണാം. വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള ബേസ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിലും ഗ്രാസ് ഒക്കെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ വാട്ടർഫോൾസിൻ്റെ ഒരു ചെറിയ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഉള്ളിലാണെങ്കിലും വൈറ്റ് കളറിലുള്ള പെബിൾസ് ഒക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ഒരു വഴി പോകുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ്. ബാക്ക് സൈഡ് ആ എൻഡ് വരെയൊക്കെ ഏകദേശം അവർ ഇതുപോലെ തന്നെ ഈ ഒരു കടപ്പ സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡ് എൻഡിലായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു അലക്ക് കല്ല് കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെ നിന്നും അതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ആ ഒരു വീട് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും വാസ്തുപരമായിട്ട് തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളുടെ സ്ഥാനമാണെന്നുണ്ടെങ്കിലും ബാത്റൂമിൻ്റെ എല്ലാം തന്നെ വാസ്തുപരമായിട്ട് നോക്കി വളരെയധികം ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് അവർ ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡാണ് കണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് സ്പേസ് ഒക്കെ ഇതുപോലെ അവർ കെട്ടിയിട്ടിട്ട് ഭംഗിയുള്ള നല്ല ലീഫ് പ്ലാന്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലും നല്ല വൈറ്റ് കളറിലുള്ള സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടാണ് അവർ ഭംഗിയാക്കിയിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ഈ കോർണറിലായിട്ട് നിങ്ങൾക്കൊരു പ്ലാന്റ് അവിടെ വെച്ചിരിക്കുന്നത് കാണാം. അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഒരു പോർഷൻ അവരവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വേസ്റ്റുകൾ, വീട്ടിൽ വരുന്ന പച്ചക്കറി വേസ്റ്റുകളും അതെല്ലാം തന്നെ ഫുഡ് വേസ്റ്റുകൾ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരു കെമിക്കൽ പൗഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ അത് ട്രീറ്റ്മെൻറ്റ് നടത്തി നമുക്കത് വളമായിട്ട് ഫെർട്ടിലൈസറായിട്ട് പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. അത് നമുക്ക് ചെടികൾക്കൊക്കെ നല്ല വളമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ എല്ലാ വീടുകളിലും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നത്. ആര് വീടെടുക്കാൻ വന്നാലും ചോദിക്കുന്നത് വിത്ത് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതെന്നാണ്. നമുക്കറിയാം ഏതൊരു ഭാഗത്ത് നോക്കിയാലും എത്രയൊക്കെ ഫുഡ് വേസ്റ്റ് എടുക്കുന്നു പറഞ്ഞാലും അത് അവിടുത്തെ മുനിസിപ്പാലിറ്റിനെയും പഞ്ചായത്തിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. ചിലപ്പോൾ അവർ കുറച്ച് നാളെടുക്കും, ചിലപ്പോൾ കുറച്ച് നാൾ എടുക്കാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് എങ്ങനെ മാനേജ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിന് നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവിധ ഫെസിലിറ്റികളോടും കൂടിയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ബാക്കി വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ വർക്ക് ഏരിയയുടെ സ്പേസ് ആണ്. അവരത് വർക്ക് ഏരിയ ആയിട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇവിടെ അടുക്കള കഴിഞ്ഞാൽ, കിച്ചൺ കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കിച്ചണും കൂടെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും വർക്ക് ഏരിയയുടെ ആവശ്യം വരുന്നില്ല. ഒരു വീടിൻ്റെ ആ ഒരു ഭംഗി കളയാതിരിക്കാനായിട്ട് അവർ വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. ശരിക്കും നമുക്ക് വർക്ക് ഏരിയയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനും ഒന്ന് മാനേജ് ചെയ്യാനൊക്കെയാണ്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഓൾറെഡി കിച്ചണോട് അറ്റാച്ച് ചെയ്ത് തന്നെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അതിനൊരു ആവശ്യം അവർക്ക് വരാത്തത്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ അവർ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗത്ത് വന്നിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ മെയിൻ ഡോറും കാര്യങ്ങളൊക്കെ നോക്കാം. വീടിൻ്റെ മെയിൻ ഡോറ് നമ്മൾ ഓൾറെഡി കണ്ടു. വളരെ വീതിയുള്ള കട്ടിളപ്പടിയിലാണ് ഈ കാണുന്ന ഡോറ് ചെയ്തിരിക്കുന്നത്. നല്ല വീതിയുള്ളൊരു ഡോറുമാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ ഫ്രെയിമിലാണ് നല്ല ഡിസൈനോട് കൂടിയ ഈ ഒരു ഡോറ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ഹാൻഡിലുമാണ് മെയിൻ ഡോറിന് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയുള്ളൊരു ലിവിങ് ഏരിയ ആണ് ഈ കാണുന്ന വീടിന് അവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടുത്തെ ഇൻറ്റീരിയർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. നമ്മൾ കണ്ടുമടുത്ത കുറേ മോഡലുകളിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ കാണുന്ന വീടിൻ്റെ ഇൻറ്റീരിയർ അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വുഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ്. എല്ലാ ഡോറുകളുടെയും കട്ടിലയാണെന്നുണ്ടെങ്കിലും ഡോറും ഒക്കെ ചെയ്തിരിക്കുന്ന വുഡ് ആഞ്ഞിലിയും മഹാഗണിയുമാണ്.
നമ്മൾ നേരെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്ലോർ ആദ്യം നോക്കാം. ഒരു വൈറ്റ് കളറിൽ നല്ല നീളത്തിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് കളറിൽ ഒരു ചെറിയ ഡിസൈൻ മർജ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ടൈലിനായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ടി വി യൂണിറ്റിൻ്റെ ഏരിയയാണ്. വളരെ ഭംഗിയായിട്ട് വുഡൻ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അതിനകത്ത് ബ്ലാക്ക് കളറിലുള്ള ബാക്ക്ഗ്രൗണ്ടും കൂടിയിട്ടാണ് ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ധാരാളം വർക്കുകളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ ഒരു സ്റ്റാൻഡേർഡായ ഡിസൈനോട് കൂടിയ വാൾപേപ്പറാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. വിൻഡോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കർട്ടന് പകരം നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ബ്ലൈൻഡ്സ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടുത്തെ എല്ലാ റൂമുകളുടെയും വിൻഡോസിൽ വന്നിട്ട് ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരെ മുകളിലേക്ക് നോക്കിയാൽ കാണാം ഇത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ഭംഗിയുള്ള ഷാൻലിയർ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആണ്. നല്ല ഭംഗിയായിട്ടാണ് ഷാൻലിയർ അവരവിടെ ഇട്ടിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള വീടുകൾ തന്നെ നമുക്ക് കാണുമ്പോൾ നല്ല അട്രാക്റ്റീവാണ്. അപ്പോൾ അവിടെ ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ നമുക്ക് പറയാനുള്ളത് ഇവിടെ നമ്മൾ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തൊരു വോളുണ്ട്. അവിടെ അവർ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന LED ലൈറ്റുകൾ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ നിറയെ LED ലൈറ്റുകൾ ഇട്ടിരിക്കുന്ന കാണാം. അതിന് പകരം സ്പോട്ട് ലൈറ്റ് പോലത്തെ ലൈറ്റുകളാണ് ഇവിടുത്തെ മുകൾ ഭാഗത്തെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അറിയാത്ത രീതിയിൽ കുറച്ച് LED സ്ട്രിപ്പുകൾ അതിനിടയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതുകൂടാതെ സ്പോട്ട് ലൈറ്റ് മോഡലിലാണ് ലൈറ്റുകളെല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് TV കാണാൻ പറ്റുന്നത്. പക്ഷേ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഡൈനിങ് ഏരിയയിൽ ഇരിക്കുമ്പോഴും TV കാണണം. ഒരു TV കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലൊരു ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് TV യൂണിറ്റിൻ്റെ ഈ ഒരു ഏരിയ ഞാൻ കാണിച്ചു തന്നിരുന്നു. അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്യാവുന്ന റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വെച്ചിരിക്കുന്ന TV നമുക്ക് ഡൈനിങ് ഏരിയയിലിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആ ഭാഗത്തുള്ളവർക്ക് കാണണമെങ്കിൽ ഇത് ഇതുപോലെ നമുക്ക് റിവോൾവ് ചെയ്ത് ഡൈനിങ് ഏരിയയുടെ ആ ഒരു സ്പേസിലേക്ക് മാറ്റി വെച്ചാൽ അവിടെ ഇരിക്കുന്നവർക്കും കൂടെ TV കാണാവുന്ന ഒരു ഫെസിലിറ്റിയോട് കൂടിയിട്ട് അത് ഞാൻ കുറച്ച് ഇൻറ്റീരിയർ കുറച്ചും കൂടെയൊക്കെ മോഡേൺ കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന വുഡിൻ്റെ വർക്കുകളൊക്കെ തന്നെയാണ് ഡൈനിങ് ഏരിയയിലേക്ക് കൂടെ ഷെയർ ചെയ്ത് വരുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ വരുന്ന ആ ഒരു വഴിയിൽ തന്നെ നമ്മൾ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ചെറിയൊരു വർക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിലും വുഡിൻ്റെ നല്ലൊരു പാനലിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഭംഗിയായിട്ട് ഇവിടെ എന്തെങ്കിലും പ്ലാന്റ്സോ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് വയ്ക്കാനായിട്ട് ഇതൊരു ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കത് ക്രോക്കറി ഷെൽഫായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല ഭംഗിയുള്ള പോട്ടുകളൊക്കെ ഇവിടെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോക്കറി ഐറ്റംസ് കപ്പുകളൊക്കെ വെച്ചാലും നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ്ങിനുള്ള ഏരിയ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ലോങ് സ്പേസ് ആണ് ഡൈനിങ് ഏരിയയ്ക്കായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം ഇവിടെയും കുറച്ച് ഭാഗം മാത്രം അവർ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെയും നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഡൈനിങ്ങിൻ്റെ ഏരിയയുടെ ഒരു പോർഷൻ മാത്രമാണ് അവർ കവർ ചെയ്തിട്ടുള്ളത്. അവിടെയാണെന്നുണ്ടെങ്കിലും സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഏരിയയും അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയ നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു ഒരു 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസാണ് ഡൈനിങ്ങിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വുഡൻ ബേസ് ഇട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അടിയിലൊക്കെ വുഡൻ ബേസ്, മുകളിൽ അതിന് മുകളിലാണ് അവർ ടൈലിട്ടിട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അടിയിലുള്ള ഭാഗങ്ങളൊക്കെ തന്നെ തൽക്കാലം നമുക്ക് വേക്കൻ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കത് കവർ ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് വാഷ് ബേസിനുള്ള ആ ഒരു വാഷിംഗ് കൗണ്ടർ അവർ ചെയ്തിരിക്കുന്നത്. വളരെയധികം ഡിഫറെൻ്റ് ആയൊരു ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വാൾപേപ്പറാണ് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ ഇങ്ങനത്തെയൊക്കെ വർക്കുകൾ കാണുന്നത് വളരെ റെയർ ആയിട്ടാണ്.
നല്ല അട്രാക്റ്റീവ് ആയൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഷിംഗ് കൗണ്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിലാണെങ്കിലും ഭംഗിയുള്ളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ജഗ്വാറിൻ്റെ ഒരു സിസ്റ്റമാണ് ഇവിടെ വാഷ് ബേസിനായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ആ ഒരു സിസ്റ്റമാണ്. മാത്രമല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് വാഷ് ബേസിൽ അവർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ടൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ സേഫ് ആണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ ഇതുപോലെ ഒരു ഗ്രിൽ ഫെസിലിറ്റി കൂടി അതിനകത്തുകൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ പ്രൊട്ടക്ഷൻ എന്ന രീതിക്ക് അവരൊരു ഗ്രില്ല് കൂടി അതിനകത്തൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ഇവിടുത്തെ ഈ ഒരു സ്പേസിലേക്ക് ഇറങ്ങാം. ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ടൊരു രീതിയിലാണ് കുറച്ചൊരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ക്ലാഡിങ് സ്റ്റോൺസ് കൊണ്ട് ചെയ്തിട്ട് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അയൺ ഫ്രെയിമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ചെറിയൊരു ചെയറൊക്കെ ഇടാൻ 1-2 ചെയറുകൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഒരു ടീ കുടിക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബുള്ള ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ ആ ഒരു അലക്കുകല്ല് കാണാം. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞതാണ് ഈ വീടിന് ചുറ്റിനും നമുക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന് ചുറ്റിനും ശരിക്കും നമുക്ക് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് വേണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഏരിയ അവർ തീർച്ചയായിട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് ഏരിയ കണ്ടു, ഡൈനിങ് സ്പേസ് കണ്ടു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇവിടെ ഈ TV ഇരിക്കുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് TV കാണാം. ഇപ്പോൾ വേണ്ട വീണ്ടും നമുക്ക് ആ ഏരിയയിലേക്ക് പോകണമെങ്കിൽ അവിടെ 2 സൈഡിൽ നിന്നും ഇതുപോലെ നമുക്ക് റിവോൾവ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാം. ഈ ഭാഗത്തായിട്ട് വരുന്നത് ഇവിടുത്തെ ഒരു ബെഡ്റൂമാണ്. ഈ വീട്ടിൽ 4 ബെഡ്റൂമാണ് ടോട്ടൽ കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂം താഴെയും 2 മുകളിലുമായിട്ടാണ്. ഡോറുകളൊക്കെ തന്നെ നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഡോർ അത്ര ക്വാളിറ്റി ഉള്ളതായിരിക്കില്ല ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഡോറുകളും തന്നെ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയൊരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ആ ഭാഗത്ത് 3 വിൻഡോസും ഈ 2 ഭാഗത്തായിട്ട് സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വിൻഡോകളിലും തന്നെ അവർ ഇതുപോലെ തന്നെ ബ്ലൈൻഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വേറെ കർട്ടൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. ഇൻറ്റീരിയർ ഏകദേശം ഒരു 75% വളരെ ഭംഗിയായിട്ട് തന്നെ അവർ കംപ്ലീറ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ അധികം ഒന്നും കാണാത്തൊരു ഡിസൈനാണ് വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. 3 ഡോറുകളായിട്ടും താഴെയും മുകളിലുമൊക്കെ സ്ലൈഡ് ചെയ്യാവുന്നതും ഓപ്പൺ ചെയ്യാവുന്നതൊക്കെ ചെറിയ കുബിക്കിളുകളായിട്ടും ഒരുപാട് ഫെസിലിറ്റീസാണ് ഈ കാണുന്ന ഒരു കബോർഡിന് വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. കബോർഡിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഡ്രസ്സിംഗ് ടേബിൾ വരാതെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അവരൊരു ഡ്രസ്സിംഗ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് മേക്കപ്പ് ഐറ്റംസൊക്കെ വയ്ക്കാനായിട്ട് ഇതുപോലുള്ള 2 ചെറിയൊരു ഡ്രോസ് കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവരൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ നല്ല ഭംഗിയുള്ള വർക്കുകൾ കൊടുത്തിട്ട് ചെറിയ LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം വന്നിട്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരുപടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ വെള്ളമൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ താഴേക്കായിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറും ഒരു ഗ്രേ കളറും കൂടിയ ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് ഇവിടെ വരുന്ന ഫിറ്റിങ്സ് എല്ലാം തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്തുള്ള ഈ ഒരു ബെഡ്റൂം അങ്ങനെ കണ്ടിട്ട് വീണ്ടും നമ്മൾ ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഒരു ബെഡ്റൂമും പിന്നെ അതുപോലെ കിച്ചണും കൂടിയാണ്. നമുക്ക് ഈ ബെഡ്റൂം തന്നെ കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ എൻട്രൻസ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ക്രോക്കറി ഷെൽഫിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ DB മീറ്റർ വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഡോറ് വന്നിട്ട് ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. ഇതൊരു ചെറിയ ബെഡ്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ ബെഡ്റൂമുകളാണെന്നുണ്ടെങ്കിലും കിച്ചണും ഓരോ റൂമുകളും എല്ലാം തന്നെ വാസ്തുപരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വീണ്ടും ഒന്നുകൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ വാസ്തുവിൻ്റെ കണക്കുകൾ അനുസരിച്ചിട്ടാണ് ഓരോ ബെഡ്റൂമിൻ്റെയും സൈസിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ഇവിടുത്തെ വിൻഡോസ് വരുന്നത് ഈ 2 ഭാഗത്തായിട്ട് സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് എല്ലാം തന്നെ വുഡൻ പാനലിംഗ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ വീടുകളിൽ നമ്മൾ കോൺക്രീറ്റ് ആണ് കാണാറുള്ളത്. അതിന് പകരം കോൺക്രീറ്റിൻ്റെ മേലെ അവർ വുഡൻ പാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബുകൾ വരുന്നത്. വാർഡ്രോബുകൾ നമ്മൾ പുറത്തേക്ക് തുറക്കുന്ന സമയത്ത് നമ്മുടെ ബെഡ്റൂമിൻ്റെ സ്പേസിനെ അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. നമുക്കിവിടെ ഒരു കോട്ട് ഇടുന്ന സമയത്ത് ഈ ഒരു ഡോർ നമ്മൾ പുറത്തേക്ക് തുറന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കോട്ടിൽ തട്ടും. അതിന് വേണ്ടിയിട്ട് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു റൂമിൻ്റെ സൈസിനെയൊക്കെ ബേസ് ചെയ്ത് എന്ത് എവിടെ എങ്ങനെ കൊടുക്കണമെന്ന് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് തന്നെയാണ് ഈ കാണുന്ന വീടിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർ ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഭാഗത്തായിട്ടൊരു മിറർ വിത്ത് ഡ്രസ്സിംഗ് ടേബിളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിനകത്ത് ഒരു വൈറ്റ് കളറുള്ള ടൈലാണ് അവർ കൊടുത്തിരിക്കുന്നത്. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ കിച്ചണാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് വരാം. കിച്ചണിലേക്ക് വരുമ്പോഴും ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ടൈലുകളൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. കിച്ചണിൻ്റെ വാർഡ്രോബ്സ് എല്ലാം നിങ്ങൾക്ക് കാണാം. കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം വന്നിട്ട് നല്ല അട്രാക്റ്റീവായ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂമിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവർ ഇവിടുത്തെ ക്യാബിനറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഐബെല്ലിൻ്റെ ഒരു ചിമ്മിണിയാണ് ആ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് തന്നെയാണ് 3 വിൻഡോസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലൂ കളറുള്ള ക്യാബിനറ്റ്സ് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് കാണാം ഒരുപാട് ഫെസിലിറ്റീസാണ്. ക്യാബിനറ്റ്സ് ഇവിടെ ധാരാളമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ ആയിട്ട് 2 ലെയർ ഇട്ടിട്ടാണ് ഇവിടെ ക്യാബിനറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ഭാഗത്ത് 2 ഹാങ്ങിങ് ലൈറ്റ്സ് വളരെ ഭംഗിയായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇവിടെ അഡീഷണൽ ആയിട്ടൊരു സെക്കൻഡ് കിച്ചൺ പോലെ അവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വർക്ക് ഏരിയയുടെ ആവശ്യം വരുന്നില്ല. ഇവിടെയാണ് ഇവിടുത്തെ സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 ലെയറുകളിലായിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ഒരുപാടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ക്യാബിനറ്റ്സും അതുകൂടാതെ നമുക്ക് ചെറിയ ബോട്ടിൽസ് ഒക്കെ വെക്കാനായിട്ട് ചെറിയ ഷെൽഫ് ഫെസിലിറ്റീസും എല്ലാം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നതും ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. അവിടെയാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ള ഒരു വലിയ വിൻഡോ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഡോറ് കാണാൻ പറ്റും. ആ ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് അവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വീടിൻ്റെ ഒരു ബ്യൂട്ടീനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അവർ വർക്ക് ഏരിയ ചെയ്യാത്തത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ഏരിയ അവിടെ ചെയ്തെടുക്കാനുള്ളൊരു സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ മുകളിലുള്ള ഫെസിലിറ്റീസാണ്. മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് നമ്മൾ നടന്നു പോകുന്ന ഈ സ്റ്റെപ്പിൻ്റെ താഴെയുള്ള ബേസ്മെൻ്റ് എല്ലാം തന്നെ ഒരു വുഡനാണ് അവർ കൊടുത്തിരിക്കുന്നത്. വുഡൻ്റെ മുകളിൽ ഇതുപോലുള്ള ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റാണ് സ്റ്റെപ്പിലെല്ലാം അവർ കൊടുത്തിരിക്കുന്നത്. ഈ കടന്നു പോകുന്ന വഴികളിലുള്ള ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ വുഡനായിട്ടാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതിനുള്ളിലെല്ലാം അയൺ ബാർസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് അവർ കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി പോകുന്ന സമയത്ത് ഈ ഒരു വോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയുള്ളതും സ്റ്റാൻഡേർഡും ആയിട്ടുള്ളതുമായൊരു ഡിസൈനാണ് ഈ ഒരു വോളിന് അവർ കൊടുത്തിരിക്കുന്നത്. ആ വോളിൽ 3 റൗണ്ട് ആയിട്ടുള്ള ഓപ്പണിങ്സ് നിങ്ങൾക്ക് കാണാം. അതിനുള്ളിലെല്ലാം തന്നെ അവർ അയൺ ബാർസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി അവർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം സൺലൈറ്റും കാറ്റും ഒക്കെ നമ്മുടെ വീടിനകത്തേക്ക് കയറാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് കുറച്ചും കൂടി അടുത്ത് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ക്യാബിൻ പോലെ അവർ ചെയ്തിട്ടുണ്ട്. വുഡൻ ബാക്ക്ഗ്രൗണ്ടാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിൽ ഒരു സ്പോട്ട് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണെങ്കിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഭംഗിയുള്ള ഫ്ലവർ പോട്ട്സുകളോ എന്ത് വേണമെങ്കിലും വെച്ച് അല്ലെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു വലിയ പെയിൻറ്റിങ് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് കാണാം ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ നെറ്റിപ്പട്ടമൊക്കെ വെച്ച് കഴിഞ്ഞാലും വളരെ ഭംഗിയാണ്. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് താഴെയുള്ള ഭാഗമാണെന്നുണ്ടെങ്കിലും അവർ ഇതുപോലെ തന്നെ കബോർഡുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഹാളിങ്ങനെ ഒറ്റ ഹോളല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു എൽ ഷേപ്പിലാണ് ഹാളിങ്ങനെ അങ്ങ് നീണ്ട് പരന്ന് കിടക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഹാങ്ങിങ് ലൈറ്റ്സ് ഇവിടെ കാണാം. ഒന്ന് വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നത് നമ്മളുടെ ഗസ്റ്റ് ലിവിങ് സ്പേസിലുമായിട്ട് നമ്മൾ കണ്ട ഹാങ്ങിങ് ലൈറ്റ്സ് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് ലൈറ്റുകളൊന്നും വാരി വലിച്ചിടാതെ ആവശ്യത്തിന് മാത്രം കുറച്ച് ഭാഗങ്ങളിൽ വുഡൻ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനിടയിലെല്ലാം LED സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ അട്രാക്റ്റീവായ രീതിയിലും സ്റ്റാൻഡേർഡായിട്ടും മാത്രമാണ് ഇവിടുത്തെ റൂഫിലുള്ള വർക്കുകൾ അവർ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു ഹാളിൽ മാത്രമായിട്ട് ഇതുപോലെയുള്ള ഒരു നമുക്കൊരു വുഡൻ ബേസ് തോന്നിക്കുന്ന തരത്തിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ട്രഡീഷണൽ വീടുകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ടൈലാണ് ഈ ഒരു ഭാഗത്തായിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് 2 റൂമിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് 2 റൂമുകൾ നമുക്ക് കാണാം. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്.
ഈ ഒരു റൂമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയും സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. അത് ഫുള്ളായിട്ട് ബ്ലൈൻഡ്സ് ഇട്ട് അവർ കവർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ റൂഫിൽ വന്നിട്ടാണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ റൂമുകളിലും അവർ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. നേരത്തെ കാണിച്ചതുപോലെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് വന്നിട്ടാണെങ്കിലും ഒരു മിറർ വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ ചെറിയൊരു വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ടൈപ്പുള്ള ഒരു ടൈലാണ് ഈ ഒരു ബാത്റൂമിനകത്തൊക്കെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടും കൂടെ ഒരു റൂം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ റൂമാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളാണുള്ളത്. 4 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം കൂടി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 2 വിൻഡോസ് വരുന്നത്. അതും ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുകയാണ്. ഇതൊരു സ്റ്റഡി ടേബിളാണ്. ഇത് നമുക്ക് ആക്ച്വലി ഇതുപോലെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം എന്നുള്ള അറിയില്ല. ഓക്കെ, ഇതുപോലെ തന്നെയാണ്. ഇത് നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യാം. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇത് മടക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഫോൾഡ് ചെയ്യാവുന്ന ടൈപ്പിലൊരു സ്റ്റഡി ടേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെക്കാനുള്ള റീസൺ നമുക്കിപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ 4 ബെഡ്റൂമിനേക്കാൾ കൂടുതൽ ആവശ്യം വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ബെഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു റൂമിൽ ഈ ഒരു ഭാഗത്തുകൂടെ ഇതുപോലെ ചെറിയൊരു സ്റ്റഡി ടേബിളും ഫെസിലിറ്റികളെല്ലാം തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് അവർ LED ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റഡി റൂമിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ചെറിയൊരു സ്പേസിലേക്കാണ്. നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീന് വേസ്റ്റ് വാട്ടർ പോകാനാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ വീടുകളിൽ ഞാൻ ടെറസ് കാണിക്കാറില്ല, പക്ഷേ ഇതിൽ ടെറസിലെ കുറച്ച് കാര്യങ്ങളും കൂടെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ടെറസിലേക്ക് പോകാം. ടെറസിൻ്റെ സ്റ്റെപ്പുകളെല്ലാം തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ കയറി പോകുന്ന വഴികളിലെല്ലാം തന്നെ ഹാൻഡ് റെയിൽസ് ഒക്കെ നല്ല സേഫായിട്ട് തന്നെ അയൺ ബാറുകൾ ഇട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ടെറസിലാണ്. വളരെ വിശാലമായൊരു സ്പേസാണ് ടെറസിനുള്ളത്. ഓപ്പൺ ടെറസായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന് ചുറ്റിനും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ചുറ്റിനും വീടുകളൊക്കെയാണ്. തൊട്ടടുത്ത് തന്നെ വേറൊരു വീടിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ആയി വരികയാണ്. സാധാരണ വീടുകളിൽ നമ്മൾ വീടിൻ്റെ വാട്ടറിന് ടാങ്ക് വെക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു അഭംഗി തോന്നാറുണ്ട്. ബിക്കോസ് ആ ടാങ്ക് ഇങ്ങനെ വീടിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു വൃത്തികേടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരിവിടെ ക്യാപ്സൂൾ മോഡലുള്ളൊരു ടാങ്കാണ് ഈ കാണുന്ന ഫെസിലിറ്റിയുടെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെ അവിടെ പരന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ഹൈറ്റിൽ പൊങ്ങിയിരിക്കുന്ന നല്ല വൃത്തികേട് തോന്നില്ല. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയ റൂം കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് കണക്ഷൻസ് മീൻസ് പ്ലഗ്, പവർ പോയിൻറ്റുകളെല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടത്തുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന് പവർ ഫെസിലിറ്റിയൊക്കെ ആവശ്യമുള്ളപ്പോൾ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഫംഗ്ഷനാണ് ഒരു മൈക്ക് കണക്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഫെസിലിറ്റി വേണമെങ്കിലോ ഒക്കെ ഇതിനകത്ത് അതിനുള്ള ഫെസിലിറ്റി കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ഒരു റൂം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ റീഡിംഗ് റൂമിൽ നിന്നിട്ടാണ് ഇപ്പോൾ നേരെ ടെറസിലേക്ക് പോയി ടെറസിലെ ഫെസിലിറ്റികളൊക്കെ കണ്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹാൾ ഇങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമും കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു, മുകളിൽ ഒരു ബെഡ്റൂം കണ്ടു, റീഡിംഗ് റൂം കണ്ടു. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അടുത്ത ബെഡ്റൂം വരുന്നത്. ഇവിടുത്തെ ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ ബെഡ്റൂം ഈ കാണുന്നതാണ്. വളരെ വലിയ സ്പേസാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എന്ത് വലിയ സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഈ റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ മുന്നിൽ കാണപ്പെടുന്നത് ഇവിടുത്തെ ഈ ഒരു വാർഡ്രോബ് ഫെസിലിറ്റിയും അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് കാണുന്ന ആ ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും ഒക്കെ ആയിട്ടാണ്. നമ്മൾ താഴെയൊക്കെ കണ്ട സെയിം മോഡൽ തന്നെയാണ് വാർഡ്രോബുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത്. ഈ ഒരു രണ്ടിൻ്റെയും മിഡിലായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂം കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒരു ആഷ് ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റു കണ്ട ബാത്റൂമുകളിൽ നിന്നും കുറച്ചൊരു ഡിഫറൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യും. ഈ ഒരു ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിലും ഫാൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് കാണാം ധാരാളം വിൻഡോസ് ആണ് ഇവരവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
റൂഫിലൊക്കെ നമുക്ക് ആ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയുടെ മുകളിലൊക്കെ ആയിട്ടാണെങ്കിലും അഡീഷണൽ ആയിട്ട് ചെറിയൊരു ക്യാബിൻ ഫെസിലിറ്റി കൂടിയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ആ ഒരു ഏരിയ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട്ടിലത്തെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ തിരിച്ചിവിടുത്തെ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു ചെറിയൊരു ബാൽക്കണി സ്പേസ് പോലെ ഒരു ഓപ്പണിംഗ് കാണാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ ചെറിയൊരു ഫെസിലിറ്റി കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല വ്യൂ കിട്ടും. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്കും ആ വഴിയിൽ നിന്നൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടും. ഞാൻ ഈ ഇരിക്കുന്ന സീറ്റിൻ്റെ താഴെയുള്ള ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ഈ കാണുന്ന വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ട് നമുക്കൊരു ബാൽക്കണി സ്പേസ് ആണ് ശരിക്കും, ചെറിയൊരു ബാൽക്കണി. അവിടേക്ക് ഇറങ്ങണമെങ്കിൽ സ്ലൈഡ് ചെയ്യാവുന്നൊരു ഡോർ അവർ കൊടുത്തിട്ടുണ്ട്. അതിനും ഡബിൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായിട്ട് അവർ ചെറിയ രീതിയിലുള്ളൊരു ഫ്രെയിം വേറെയും അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡോറ് സേഫ് അല്ലാന്ന് തോന്നുന്നവർക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡോറ് കൂടി അവരിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ മെയിൻ ബാൽക്കണി വരുന്നത്. ബാൽക്കണി അത്യാവശ്യം നല്ലൊരു സ്പേസാണ് അവർ ബാൽക്കണിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും തന്നെ സ്റ്റീലിൻ്റെ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ട് അതിനുള്ളിലെല്ലാം തന്നെ അവർ നല്ല ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അത് ഫുള്ള് കവർ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയിലാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ തന്നെ മുകളിൽ റൂഫിലൊക്കെ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു ഭാഗം അവർ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാണേണ്ടതായിട്ടുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു. 4 ബെഡ്റൂംസ് ഉണ്ട്, എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്നും കൂടെ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചുരുക്കത്തിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. നമ്മളിപ്പോൾ കണ്ടത് വെച്ചിട്ട് ഈ ഒരു വീടിന് 4 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂം പ്ലസ് അഡീഷണൽ ആയിട്ട് ഒരു റീഡിംഗ് റൂം കൂടിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടെറസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഫെസിലിറ്റികൾ കൂടിയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭംഗിയുള്ള വീടിൻ്റെ ബാക്കിയൊരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് ബസ് റൂട്ടിൽ നിന്നൊക്കെ വളരെ അടുത്താണ്, 100 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 100 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എവിടേക്ക് എത്താനും മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിലും സ്കൂളുകളാണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് മെട്രോ സ്റ്റേഷനൊക്കെ നമുക്ക് 2.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താം. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു താമസിക്കാൻ ഒരാൾ ഒരു വീട് താമസിക്കാനായിട്ട് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ കൂടുതലായിട്ടും പറഞ്ഞത് എന്തിൻ്റെ ഫെസിലിറ്റികൾ എനിക്ക് വേണമെന്നുള്ളതാണ്. ആ എല്ലാ ഫെസിലിറ്റികളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഈ കാണുന്ന മനോഹരമായ വീട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 4.10 4,100 സെൻറ്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 2000 സ്ക്വയർ ഫീറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം കൂടെയാണ് ഈ കാണുന്ന വീടിന് ഉള്ളത്. ഇതിൻ്റെ താഴെ കാർ പോർച്ചിൽ നമുക്ക് 2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്രയാണെന്ന് അറിയണ്ടേ? വളരെ കുറവാണ്, വെറും 85 lakhs 85 ലക്ഷം രൂപ മാത്രമാണ് ഇത്രയും സൗകര്യങ്ങളുള്ളൊരു വീടിന് അവർ ചോദിക്കുന്ന പ്രൈസ്. ഈ 85 എന്നുള്ളത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്, ചെറുതായിട്ടൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന വീട് സ്വന്തമാക്കാനും ഇതൊന്ന് കാണണമെന്ന് നോക്കി ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി മാബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.